സാറ് ഞങ്ങൾ അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനിയും അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി. ഇന്നതല്ല, വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ 2 പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ് അല്ല ആണ് എങ്കിൽ ഇതുപോലുള്ള തുക്കട ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ. തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു. ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ 1 മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖഛായ ആയിരിക്കും. ഇഡിയറ്റ്. പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഓരോ ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാൽ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളി വെച്ച് മതി. പൊക്കോ. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവര് തന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ എന്താണ്? ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ ഒരു പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവനോട് പോയി തൂങ്ങിച്ചാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളിർ തന്നെയാണ് ഭാസ്കര. ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം, അല്ല അച്ചായ? ഈശ്വര, ചതിച്ചു. എന്താടാ? അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആര്? അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് SI ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോ? പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് SI ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിൾ ആയത് എനിക്കില്ലേടോ? ഇല്ല എന്നാ ചോദിച്ചത്. ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ SI ആയും താൻ വെറും കോൺസ്റ്റബിൾ ആയും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്ക് ഇപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല. SI ആയി തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ. ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? SI എന്ന് പറഞ്ഞിട്ട് SIയോ? എവനോ? ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് IG ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. ആ, അഞ്ചു വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കേ, ബൈ. ബൈ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. എന്താ അഞ്ജു? അഞ്ജു, ആഹാ, സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. അഞ്ജു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധിയെയാണ് അച്ചായ ഞാൻ പേടിക്കുന്നത്. അതാരാ? SI പോസ്റ്റിന് അർഹതയുണ്ടായിട്ടും തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അഞ്ജുവിനെ കൂടി അവൻ സ്വന്തമാക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ കിടന്നുറങ്ങി ചെല്ല്. കിടന്നുറങ്ങണ മോനെ. എന്റെ കർത്താവേ, അച്ചായ, പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്കു വഴിയല്ലോ അച്ചായനറിയോ? ആ, ദിവസവും ഓരോ ആനമുട്ട പുഴുങ്ങി തിന്നാ മതി. മതിയാ? നീ കിടന്നുറങ്ങ മോനെ.
ആവശ്യമില്ലാണ്ട് മനുഷ്യൻ എന്താ സാർ XMP PVC വരുന്നുണ്ടോ? മനസ്സിലായി. സ്റ്റേഷനിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറയടോ. അത് പറഞ്ഞാൽ ഞാൻ നാളെ പാറശാലയിലെത്തും ട്രാൻസ്ഫർ ആയിട്ട്. സ്വൈരം തരില്ല. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല. നാശം. സാറെന്താ ഇങ്ങോട്ട്? ഞാനൊന്ന് ഫോൺ കറക്കിയാൽ SI എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ അതൊക്കെ പോട്ടെ. എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം SI ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. തിരക്കിലാണോ? അല്ല തിരക്കിലാണെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. ഇപ്പൊ തിരക്കിലാണോ? അല്ല തിരക്കിലല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ SI മഹാമനസ്കനാണെന്ന്? അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നെ സ്വീകരിച്ച് നിങ്ങൾ കണ്ടില്ലേ? നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒച്ചയും ബഹളം ഇവിടെ പാടില്ല. എല്ലാവരും ഇവിടെ നിന്നാ മതി. പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. SI അകത്തേക്ക് വരണില്ലേ? വരാം സാർ. എന്താ SI ഇരിക്കണില്ലേ? ജനാധിപത്യത്തെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും ഞാൻ സംസാരിച്ചത് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്നാ ഇൻസ്പെക്ടർ ആ രീതിയിലുള്ള ബഹുമാനം എന്നോട് കാണിച്ചില്ല എന്ന് എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ ശിഷ്യന്മാരെ പുറത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഇൻസ്പെക്ടർ ഇതുപോലെ പൊട്ടംകളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റുള്ളവർ കേൾക്കെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. എന്താ പേര്? ഭാഗ്യനാഥൻ. ഓ, ഭാഗ്യനാഥൻ. സ്വന്തം പ്രവൃത്തിയിലൂടെ ഒടുക്കം ആ പേര് നിർഭാഗ്യനാഥൻ എന്നാക്കി മാറ്റരുത്. എടോ, തനിക്കറിയില്ലേ 25 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള ചാർജ് എനിക്കാണെന്ന്? അറിയാം. ഓ, അറിയാം. അപ്പൊ മനഃപൂർവ്വമാണ് മെട്രോ കേബിൾസിൽ ഫണ്ട് പിരിക്കാൻ ചെന്ന എന്റെ പ്രവർത്തകരെ താൻ പിടിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല സാർ. മെട്രോ കേബിൾസിലെ തൊഴിലാളികളും മാനേജ്മെന്റും ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നു. സാറിന്റെ പ്രവർത്തകർ സംഭാവന കൊടുക്കാത്തവരിൽ ചിലരെ തല്ലിയെന്നും ചിലരെ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ. അത് ശരിയായിരിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാലത്ത് ആരെങ്കിലും സംഭാവന കൊടുക്കൂടോ? അപ്പൊ ചിലരെ തല്ലും, ചിലരെ ഭീഷണിപ്പെടുത്തും. അതൊക്കെ സ്വാഭാവികമാണ്. ഈ 25 ലക്ഷം രൂപ ഒരു മാസത്തിനകം സ്വരൂപിച്ചു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ എന്റെ സ്ഥാനം എന്താവും? കേന്ദ്രമന്ത്രി വിമൽ ബാസു ചാറ്റർജിയാണ് ഇവിടെ വന്ന് ഫണ്ട് ഏറ്റുവാങ്ങുന്നത്. അത് തനിക്കറിയാമോ? മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. എന്റെ പ്രവർത്തകരുടെ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ദാ ഇവിടെ നോക്ക്. പാർട്ടിയിൽ എനിക്കൊരു രഹസ്യ പേരുണ്ട്, ഭസ്മാസുരൻ. ദഹിപ്പിച്ചു കളയും ഞാൻ. ഇവിടെ വന്ന് ഇവിടെ വാ 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 വാ. ഇതേതാ സ്ഥലം? കാസർഗോഡ്. ഇവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് മാറ്റും.